മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ഇരട്ട ദുരന്തമാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മഞ്ചേരിയിൽ നടന്നത്. ആ ജില്ലയിൽ തന്നെ കണ്ണീരണിഞ്ഞത് വിശ്വസിക്കാനാകാത്ത വാർത്തകളായിരുന്നു. സഹോദരിമാരുടെ മക്കൾ തോട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിച്ചു. പൂക്കോട്ടിൽ 2 കുരുന്നുകൾ തോട്ടിൽ വീണ് മരിച്ചതിനു പിന്നാലെ മിന്നലേറ്റ് 4 പേരുടെ മരണവാർത്തയും കൂടി ഞെട്ടിയതും ഇവരെല്ലാവരും ഒരേ ആശുപത്രിയിൽ വന്നതും എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാതെ ആശുപത്രി അധികൃതർ നെട്ടോട്ടമോടിയതുമെല്ലാം എല്ലാവർക്കും അവിടെ നിന്നവർ ഓർമ്മിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് കരുതി മണിക്കൂറുകൾക്കിടയിൽ സംഭവിച്ചത് 2 മരണങ്ങളായിരുന്നു എന്നതാണ് ഏറ്റവും വലിയ വാർത്ത. ചൊവ്വാഴ്ച ഉച്ചയോടെ 2:30 സമയം. പൂക്കോട്ടിൽ കുരുന്നുകളായ ആദിൻ ഇറാഷ്, മുഹമ്മദ് ഫൗസാൻ എന്നിവർ തോട്ടിൽ മരിച്ചു കിടക്കുന്നത് നാട്ടുകാർ കണ്ടു. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചേതനയേറ്റ കുട്ടികളുടെ മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴായിരുന്നു അവിടെ മിന്നലേറ്റു മരിച്ച 4 കുട്ടികളുടെ മൃതദേഹം കൊണ്ടുവന്നത്. സഹോദരിമാരുടെ മക്കളാണ് തോട്ടിൽ വീണ് മരിച്ചതെങ്കിൽ മിന്നലേറ്റ് മരിച്ച 4 പേരും ഒരേ നാട്ടുകാരും ഉറ്റ സുഹൃത്തുക്കളുമായിരുന്നു. ഉറ്റവരുടെ കണ്ണ് നിറയുന്നുണ്ട്. പൊന്നോമന മക്കളുടെ മുഖം കാണാതെ ആശുപത്രിയെത്തിയ ഉമ്മമാർ അലമുറയിട്ട് കരയുകയായിരുന്നു ചെയ്തത്. ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ആശ്വസിപ്പിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. കൺമുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോയ കുട്ടികൾ, അല്ലെങ്കിൽ മുമ്പിലുണ്ടായിരുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ മരണവാർത്ത സഹിക്കാനാകാതെയാണ് ഇപ്പോൾ ഒരു കുടുംബം തന്നെ അവിടെ കഴിയുന്നത്. ആദിർ ഇറാഷും മുഹമ്മദ് ഫൗസാനും കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാർ പിന്നീട് ശബ്ദമൊന്നും കേട്ടില്ല, ഒന്നും അറിഞ്ഞതുമില്ല. പിന്നീടാണ് ഇതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ എല്ലാവരും എത്തിയത്, കുട്ടികൾ എന്തു ചെയ്യുന്നുവെന്ന് നോക്കാനെത്തിയത്. അപ്പോഴാണ് തോട്ടിൽ വീണ് കിടക്കുന്നതും അബോധാവസ്ഥയിൽ കിടക്കുന്നതുമെല്ലാം കണ്ടത്. ഇതോടെ പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയായി മാറുകയായിരുന്നുവെന്ന് തന്നെ പറയാം. സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു വിഷയമായി ഇത് മാറുകയും ചെയ്തു. എല്ലാവരും ഇപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ചാണ് പ്രതികരിക്കുന്നത്. മണിക്കൂറുകൾക്കുള്ളിൽ ഒരേ സ്ഥലത്ത് ഇത്ര ദുരന്തങ്ങൾ സംഭവിച്ചു. കുരുന്നുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 18 വയസ്സുള്ള ആ മലയുടെ മുകളിൽ വെച്ച് ജീവൻ നഷ്ടമായ 4 പേരെയും അങ്ങനെ തന്നെ വിളിക്കാം. 18 വയസ്സ് മാത്രമല്ലേ അവരുടെ പ്രായം. അവർ ചെയ്യാത്ത തെറ്റിന്, അവർ ചെയ്യാത്ത കാര്യത്തിന് ചിരിച്ചു കളിച്ചിരുന്ന അവരുടെ ജീവിതത്തിലേക്ക് വന്ന ഒരു തീഗോളം, അത് പിന്നീട് വലിയ രീതിയിൽ തന്നെ ഒരു നാടിനെ തന്നെ വിഷമിപ്പിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ഇതായിരുന്നു സംഭവം. ശരിക്കും പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാതെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആശുപത്രിയിൽ നിരവധി പേരാണ് എത്തിയത്. തൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങളൊന്ന് കണ്ടില്ല, ഞങ്ങളെ ഒന്ന് കാണിക്കാമോ, ഞങ്ങളുടെ മക്കളെ തോട്ടിൽ കിടക്കുന്നു എന്ന് പറഞ്ഞ് അമ്മമാർ ഓടിയെത്തുന്നതിന് മുൻപ് തന്നെ നാട്ടുകാർ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉമ്മമാർ മക്കളെ കണ്ടിട്ടില്ല, ഞങ്ങളുടെ മക്കളെ ഒന്ന് കാണിക്കുമോ എന്ന് പറഞ്ഞായിരുന്നു ആശുപത്രി വാതിലിൽ ആ ഉമ്മമാർ കരഞ്ഞു വിളിച്ചത്. എന്താണ് സംഭവമെന്നറിയാതെ നാട്ടുകാരെല്ലാവരും നിശബ്ദരായി നിൽക്കുന്നൊരു സമയം കൂടിയായിരുന്നു അത് എന്ന് പറയാം.